ഹലോ ഗായ്സ്, ആലപ്പുഴക്കാരി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് ഇന്ന് നമ്മുടെ ജിബി ഇവിടെ പോട്ടി കഴുകി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ജിബിയുടെ രീതിയിലുള്ള ഒരു പോട്ടിക്കറി കാണാം. പറയൂ ജിബിക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. ഇത് ആലപ്പുഴയിലൊക്കെ പോട്ടിയെന്നാണ് പറയണത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ കൊച്ചി, അത് കണ്ണമാലിൽ കൊടലാന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുള്ളതിനെ പറ്റി പറയുന്നതെന്ന്. അപ്പം നമുക്കിതൊരു കറി വെക്കാം. സ്മെല്ല് കൊണ്ട് നമുക്ക് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുക്കാം. പോട്ടി വേവിക്കാൻ ആദ്യം നമുക്ക് അടപ്പിൽ ഇത് വേവിക്കാൻ വെക്കാം. അതിനാവശ്യമായ മുളക് പൊടി, ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ആയിട്ടിടുന്നുണ്ട്. അത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാവേ. അപ്പം ഇനി പ്രത്യേകിച്ച് നമ്മൾ ഇറച്ചിക്ക് ചെയ്യുമ്പോൾ തന്നെ സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ എടുത്ത് നമുക്കതൊക്കെ അരിഞ്ഞെടുത്ത് ഇറച്ചി കറിയൊക്കെ കറി വെക്കാം. പോട്ടി വെന്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി വേറെ ചട്ടി വെച്ച് ഈ സവാള എല്ലാം നമുക്ക് വാട്ടിയെടുക്കാം. നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ട് നമുക്ക് സവാളയും പച്ചമുളക് ഇഞ്ചി എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായി ഉപ്പിട്ട് ഇളക്കി കൊടുക്കാതെ സവാള ഒന്ന് വാടി വെക്കാൻ. നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ പച്ചമുളകിനെയും ഇഞ്ചിനെയും താഴെ ഇടാം. അപ്പോൾ അതൊന്ന് ശരിക്കൊന്ന് നന്നായി ഒന്ന് വഴറ്റി വരട്ടെ. ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും നമ്മുടെ മീറ്റ് മസാലയും അതുകൊണ്ടാണ്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഒന്ന് പോട്ടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇച്ചിരി കുരുമുളക് പൊടി, മസാലപ്പൊടി കൊണ്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് മിക്സി ജാറിൽ അടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചൂടാക്കി വെച്ചാൽ പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ആക്കട്ടെ. അങ്ങനെ നമ്മുടെ പോട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് വീഡിയോ ഇത്രയുള്ളൂ.